നമസ്കാരം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിനും ആർസിക്കുമായി കാത്തിരിക്കുന്നവരുടെ എണ്ണം 7.5 ലക്ഷമാവുകയാണ്. മുൻപെങ്ങുമില്ലാത്ത വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രിന്റിംഗ് ചെയ്യേണ്ട കമ്പനിക്ക് ഡ്രൈവിംഗ് ലൈസൻസും ആർസിക്കും വേണ്ടിയുള്ള പണം സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കമ്പനിയുടെ ആരോപണം. വലിയ പ്രതിസന്ധിയിലാകുന്നത് സാധാരണക്കാരായ നിരവധി പേരാണ്. നമ്മളോടൊപ്പം എറണാകുളത്ത് നിന്ന് ശ്യാം എരമേലി ചേരുകയാണ്. ശ്യാം, നിങ്ങൾ ഇന്ന് പ്രിന്റിംഗ് പ്രസിന്റെ അടുത്തേക്ക് പോയിരുന്നു. ഈ കമ്പനിക്ക് കരാർ നൽകിയിരിക്കുന്ന ഗവൺമെന്റ് കരാറുള്ള കമ്പനിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് പറയുന്നത്? ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു പിഴവാണോ, അതായത് പണം നൽകാത്തൊരു കാരണം കൊണ്ടാണോ ഇത്രയും വലിയൊരു ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഈ ഒരു പ്രതിസന്ധി തുടരുകയാണ്. എറണാകുളത്ത് തേവരയിൽ KSRTCയുടെ ബിൽഡിങ്ങിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രിൻറ്റിംഗ് സ്റ്റേഷനുണ്ട്. ഈ പ്രിൻറ്റിംഗ് സ്റ്റേഷൻ അവിടെയാണ് ഈ പ്രിൻറ്റിംഗ് ചെയ്യുന്നത്. കാരണം PVC രൂപത്തിലുള്ള ലൈസൻസ് കാർഡുകൾ, രജിസ്ട്രേഷൻ കാർഡുകളൊക്കെ പ്രിൻറ്റ് ചെയ്ത് നൽകുന്നതിന് വേണ്ടിയാണ് പുതുതായി കരാർ നൽകിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ നവംബർ 16 മുതൽ ഈ പ്രിൻറ്റിംഗ് നടത്തുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, സർക്കാർ 8 കോടിയോളം രൂപ കുടിശ്ശിക ആയി തരാനുണ്ട് എന്നതാണ്. അതിനാലാണ് ഈ പ്രിൻറ്റിംഗ് ഇപ്പോൾ നിർത്തി വച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് ആയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം അന്വേഷിച്ച് എത്തുമ്പോൾ കൃത്യമായൊരു മറുപടി ഇതുവരെയും ഈ കമ്പനി, അതായത് പ്രിൻറ്റിംഗ് സ്റ്റേഷൻ അധികൃതർ നൽകുന്നില്ലായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ഇത് പ്രിൻറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രിൻറ്റിംഗ് സ്റ്റേഷനിൽ ചെല്ലുക എന്നാണ് വാഹന ഉടമകളോടും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഉടമകളോടുമൊക്കെ പറഞ്ഞിരുന്നത്. അതും പ്രകാരം അവർ ഈ എറണാകുളം തേവരയിലുള്ള സ്റ്റേഷനിലെത്തപ്പോൾ അവിടെ നിന്നും വ്യക്തമായൊരു ഉത്തരം നൽകുന്നില്ല. അത് തർക്കത്തിന് പലപ്പോഴും കാരണമായിട്ടുമുണ്ട്. ഇത് ഗുരുതരമായ ഒരു ആരോപണം കൂടെയാണ് ഈ പ്രിന്റിംഗ് പ്രസ്സുകാർ പറയുന്നത്, അല്ലേ? കാരണം നമ്മൾ എല്ലാവരും തന്നെ ലൈസൻസ് എടുക്കുമ്പോൾ, നമുക്ക് എല്ലാവർക്കും ലൈസൻസ് ഉള്ളവരാണ്, എടുക്കുമ്പോൾ ഈ പ്രിന്റിംഗ് ഫീസ് അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ PVC ഉപയോഗിച്ച് ചെയ്യേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള പുതിയ തരത്തിലുള്ള സ്മാർട്ട് ലൈസൻസിന് പോലും നമ്മൾ പ്രിന്റിംഗ് ഫീസ് അടക്കം കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ കാശും വാങ്ങുന്ന ഒരു RC ബുക്കിനായിരുന്നാലും അത്തരത്തിലുള്ള എല്ലാ ഫീസും വാങ്ങുന്നത് ഗവൺമെന്റ് സംവിധാനമാണ്. ഈ കരാർ കമ്പനിക്കാർക്ക് ഇത് കൊടുക്കേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ്. ഇതെല്ലാ ഫീസും നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും 7 ലക്ഷം പേർ കാത്തിരിക്കുന്നു, 8 കോടി രൂപ മുടക്കം വന്നു എന്നൊക്കെ പറയുന്നത്? ഇത് എത്തരത്തിലാണ് ഇത് വിലയിരുത്തപ്പെടേണ്ടത്, ശ്യാം? തീർച്ചയായും മാർലിവ, ഈ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും ഇവിടുത്തെ കാര്യം, കാരണം നിരവധി ആളുകൾ, ഇപ്പോൾ കണക്ക് വരുന്നത് 7.5 ലക്ഷത്തോളം ആളുകൾ ഇത്തരത്തിൽ RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇവരിൽ നിന്നും ഈ പ്രിൻറ്റിംഗ് കാര്യത്തിന് വേണ്ടി 245 രൂപ പ്രിൻറ്റിങ്ങിന് വേണ്ടി മാത്രം വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 45 രൂപ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതാൽ തപാലിലേക്ക് അയച്ചു നൽകുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ള ഒരു പണമാണ്. അങ്ങനെ 245 രൂപ വാങ്ങുന്നതാണ്. ആകെ കൂടി 900 രൂപ, 950 രൂപയൊക്കെ വാങ്ങും. അതിൽ 245 രൂപ ഈ ഉടമകളിൽ നിന്നും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കുന്ന ആളുകളിൽ നിന്നുമൊക്കെ ഇതിനു പേരിൽ മാത്രം വാങ്ങിയതാണ്. എന്നിട്ടാണ് ഇപ്പോൾ 8 കോടി കുടിശ്ശിക എന്നുള്ളൊരു വാദം ഇപ്പോൾ വരുന്നത്. ഇക്കാര്യത്തിൽ ഈ പ്രിൻറ്റിംഗ് സ്റ്റേഷൻ ഉടമകൾ, അധികൃതർ നമ്മളോട് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അവർക്കത് വ്യക്തമായി മാധ്യമങ്ങളോട് പറയാനുള്ള പെർമിഷൻ അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് ഇക്കാര്യം നമ്മളോട് പ്രതികരിച്ചിട്ടില്ല. നമ്മൾ അവരുമായി സമീപിക്കാൻ എത്തിയെങ്കിലും അവരുമായി സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നമുക്ക് അവിടെ ഉണ്ടായത്. മാത്രമല്ല, ഒരു സർക്കാരിൻ്റെ അധീനതയിലുള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സമാനമായ ഒരു സംഭവം, ഒരു മാധ്യമ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ ബോസ്കോ കളമശ്ശേരി എന്നൊരു വ്യക്തി ഈ കാര്യം ഉന്നയിച്ച് മാധ്യമങ്ങളിൽ വാർത്ത നൽകുന്നതിനും പ്രതിഷേധവുമൊക്കെ ആയി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് നേരെ ഈ ഉടമകൾ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. അത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷമാണ് ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളെ ഫോക്കസ് ന്യൂസ് TVയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ, ഡ്രൈവർമാർ, വാഹനങ്ങൾ, ഇതുപോലെ വാഹനങ്ങൾ നൽകി കാത്തിരിക്കുന്ന ആളുകൾ, RC ബുക്ക് കാത്തിരിക്കുന്ന ആളുകൾ, അങ്ങനെ നിരന്തരമായ ഫോൺ കോളുകൾ നമുക്ക് വരാറുള്ളതുമാണ്. അതിനാലാണ് ഈ കാര്യത്തിൻ്റെ എന്താണ് ഈ സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയാത്തത്? അല്ലെങ്കിൽ പുതുതായി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറൊക്കെ കയറി അദ്ദേഹം പോലും ഒരു മറുപടി നൽകാത്തത് എന്താണെന്നൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ തേവരയിലുള്ള പ്രിൻറ്റിംഗ് സ്റ്റേഷനിലെ ആ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി അവർക്കുണ്ട്. അതെന്ന് വെച്ചാൽ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് അച്ചടി നിർത്തിവെച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളും എത്തിച്ചേർന്നത്.
തീർച്ചയായും ഇത് സത്യത്തിൽ ഇതിലെല്ലാം പെട്ടുപോകുന്നത് സാധാരണക്കാരാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കടം വാങ്ങിച്ച് കാർ ഓടിക്കാൻ പഠിച്ചവരുണ്ട്, എന്നിട്ട് ലൈസൻസ് എടുത്ത പല ജോലിക്കുമായി കാത്തിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ RC ബുക്ക് എങ്ങനെയൊക്കെയോ ലോൺ എടുത്ത് അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാണ് പലരും സ്വന്തമായൊരു കാർ എടുക്കുന്നത്. ഇതിന്റെ RC ബുക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ വലിയൊരു സന്തോഷവും അല്ലെങ്കിൽ വലിയൊരു നേട്ടമായി പോലും കണക്കാക്കുന്നവരുണ്ട്. പക്ഷേ അതും ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ഇത് നിരവധി സാധാരണക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നത്. ഗവൺമെന്റും ഇത്തരത്തിലുള്ള കരാറുകാരും തമ്മിലുള്ള എന്താണ് അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ഇടപാട് അല്ലെങ്കിൽ കരാറുകാർക്ക് ഗവൺമെന്റ് നൽകേണ്ട പണം കൊടുക്കാതിരിക്കുമ്പോൾ പെട്ടുപോകുന്നത് സാധാരണക്കാരാണ്. നിരവധി പേർ ഇത്തരത്തിൽ പ്രതിസന്ധിയിലായി നിൽപ്പുണ്ട്. ഇതേ സമയം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ നിയമവശങ്ങൾ ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾ വരുമ്പോൾ പിഴ ചുമത്താൻ വലിയ ഇത് കാണിക്കുന്നവരാണ്, അല്ലെ വലിയ ആഗ്രഹം കാണിക്കുന്ന അല്ലെങ്കിൽ വലിയ ഉത്സാഹം കാണിക്കുന്നവരാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് ഫീസ് അടച്ച്. അതിപ്പോൾ കുറച്ച് നേരത്തെ ഷ്യാം എരുമേലി സൂചിപ്പിച്ചതുപോലെ തപാലിന്റെ ഫീസ് പോലും, അതായത് നമുക്ക് പ്രിന്റ് ചെയ്ത് നമുക്ക് അയച്ചു തരേണ്ട ഫീസ് പോലും കൊടുത്തിട്ടാണ് സാധാരണക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഫീസൊക്കെ ഇവർ ഏതെങ്കിലും മറ്റു കാര്യങ്ങൾക്കായി എടുത്ത് ചെലവഴിച്ചോ അല്ലെങ്കിൽ ഇത് ഇവർക്ക് കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ എന്ത് പ്രതിസന്ധിയാണ് ഇതിനിടയിൽ ഉണ്ടായത്, സാങ്കേതിക തകരാറുകളുണ്ടോ എന്നുള്ളതൊക്കെ മന്ത്രി ഗണേഷ് കുമാറാണ് നിലവിലെ മന്ത്രി, അദ്ദേഹം വ്യക്തമാക്കേണ്ടി വരും. ഇതിന് മുൻപിരുന്ന ആന്റണി രാജു ആയിരിക്കും ഒരുപക്ഷെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പറയേണ്ടിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ പോയി കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പുതിയ മന്ത്രി സ്ഥാനം ഏറ്റെടുത്തിട്ട് അദ്ദേഹം തന്നെയായിരിക്കും ഇതിന് ഇനിയുള്ളതിന് ഉത്തരവാദി. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങൾക്ക് എത്തുമോ, എന്താണ് അതിലൊരു പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടോ ശ്യാം? ഇത് കാര്യത്തിൽ യാതൊരുവിധ കാര്യങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ അത്ഭുതം ഉളവാക്കുന്നത്. കാരണം നിരവധി ആളുകളാണ്, ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന 7.5 ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കാത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഈ ബസ് ലോറിയൊക്കെ പോകുന്ന ആളുകളുണ്ട്. അവിടങ്ങളിലുള്ള RTOമാർ RC ബുക്ക് തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ ഈ കേരളത്തിലെ ഈ പ്രതിസന്ധിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് തന്നെ കാണാം, അല്ലെങ്കിൽ പിഴ ഈടാക്കും. അതുമാത്രമല്ല ഇപ്പോൾ വാഹനങ്ങളുടെ കൈമാറ്റമുണ്ട്, പെർമിറ്റ്, ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ RC ബുക്ക് നിർബന്ധമായും കാണിക്കേണ്ടതുണ്ട്. ഇനിയും വിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ അതും സാധിക്കാതെ പോകുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഈ വാഹനം വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോഴും ഇത് RC ബുക്ക് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ പഴയ വാഹനങ്ങൾ അത് റീടെസ്റ്റ് നടത്തിയതിന് ശേഷം അതും ഈ പുതിയ RC ബുക്കാണ് നൽകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കും ഈ RC ബുക്ക് ലഭിക്കാതെ വരുന്നതോടെ വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ മേഖലയിലുള്ളവർ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാരിന്റെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ മുന്നിൽ ഇത് കണക്കാക്കപ്പെടട്ടെ. നിരവധി പേർ ഇത് കാരണം പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സാധാരണക്കാരാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കട്ടെ. നന്ദി ഷ്യാം എരുമേലി, നമ്മളോടൊപ്പം ചേർന്നതിന് നന്ദി.